Hello everyone, welcome to our channel Stay Learned. ഇന്ന് നമ്മൾ ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ തിയറി പോർഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് മാനേജ്മെൻറ്റ് പറഞ്ഞു വെച്ചാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ഇൻ എ ബെറ്റർ മാനർ. ഒരു ബെറ്ററായിട്ട് എഫിഷ്യൻ്റായിട്ട് ഒരു വർക്ക് ബെറ്റർ മാനേജ്മെൻറ്റിലൂടെ നമ്മൾ ചെയ്ത് തീർക്കുന്നതിനെയാണ് നമ്മൾ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. ഇതിന് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ എന്നും പറയും. ദെൻ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ലെവൽസ് 3 ലെവൽസ് ഉണ്ട്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. ടോപ്പ് ലെവലിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അങ്ങനെയുള്ളവരായിരിക്കും. ആൻഡ് ദെൻ മിഡിൽ ലെവലിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഉണ്ടാവില്ലേ. ഇപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാർക്കറ്റിംഗ് മാനേജർ ഉണ്ടാവും, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെയിൽസ് മാനേജർ ഉണ്ടാവും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡും പിന്നെ ബ്രാഞ്ചിലുള്ള മാനേജേഴ്സ് അങ്ങനെയുള്ളവരാണ് മിഡിൽ ലെവലിൽ ഉണ്ടാവുക. ആൻഡ് ദെൻ ലോവർ ലെവലിനെ നമ്മൾ സൂപ്പർവൈസറി ലെവൽ എന്ന് പറയും. അവിടെ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും, സൂപ്പറിൻറ്റൻഡൻസ് ഉണ്ടാവും, ദെൻ സെക്ഷൻസ് ഓഫീസേഴ്സ് ഉണ്ടാവും. ഇതാണ് 3 ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് രണ്ടെണ്ണം ഉണ്ട്. ടൈലേഴ്സ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഫെയോൾസ് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റും ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ടൈലേഴ്സ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പ്രപ്പോണ്ട് ചെയ്തത് ഫെഡറിക് വിൻസെൻ്റ് ടൈലർ അല്ലെങ്കിൽ FW ടൈലർ എന്നും പറയും. അദ്ദേഹത്തിന് നമ്മൾ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നാണ് പറയുക. ഇതിൽ മെയിനായിട്ട് പറയണത് എന്താ വെച്ചാൽ നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് മെൻ ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. എന്താണ് നമുക്ക് ആവശ്യം എന്ന് അറിഞ്ഞ് അത് മനസ്സിലാക്കി അവർ ചെയ്യണ്ടോയെന്ന് നോക്കാനും ആൻഡ് അവർ ചെയ്യണത് ബെസ്റ്റായിട്ടും ചീപ്പസ്റ്റായിട്ടുള്ള വേയിലാണോ ചെയ്യണേ എന്ന് നോക്കുന്നതാണ് ഫെയോളിൻ്റെ കൺസെപ്റ്റിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ പറയണത്. ആൻഡ് ദെൻ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഓർ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സയൻറ്റിഫിക് ടാസ്ക് സെറ്റിംഗ്. സയൻറ്റിഫിക് ടാസ്ക് സെറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ വർക്കിൻ്റെയും ടാസ്ക് സെറ്റ് ചെയ്യുമ്പോൾ സയൻറ്റിഫിക് മാനർ ആയിരിക്കണം. ദാറ്റ് മീൻസ് ഓൾഡ് റൂൾ ഓഫ് തമ്പ് മെത്തേഡ് ഫോളോ ചെയ്യാൻ പാടില്ല. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് വർക്ക് സ്റ്റഡി. വർക്ക് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു വർക്കിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് വേണം ആ വർക്കിന് സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ വർക്ക് സ്റ്റഡി പറയും ഓരോ മെറ്റീരിയൽസിൻ്റെ മോഷൻസ് നമ്മൾ സ്റ്റഡി ചെയ്യണം. ആൻഡ് ദെൻ ഫറ്റീക്യൂ സ്റ്റഡി, വർക്കേഴ്സിൻ്റെ ഫ്രീ ടൈം, ലെഷർ ടൈമൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അങ്ങനെ ഓരോ ടാസ്ക് സെറ്റ് ചെയ്യുമ്പോഴും ആ ടാസ്കിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ദ തേർഡ് വൺ പ്ലാനിങ് ദ ടാസ്കൊക്കെ സ്റ്റഡി ചെയ്തതും എങ്ങനെയാണ് ആ ടാസ്ക് പെർഫോം ചെയ്യണേ എന്നതിനെ കുറിച്ചുള്ള നമ്മളൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. ആൻഡ് ദെൻ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുമ്പോൾ പ്രോപ്പർ സ്റ്റാൻഡേർഡ് പ്രകാരമായിരിക്കണം ഓരോ വർക്കും കണ്ടക്ട് ചെയ്യേണ്ടത്. ആൻഡ് ദ ഫിഫ്ത്ത് എലമെൻറ്റ് സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. വർക്കേഴ്സ് ആയാലും എംപ്ലോയേഴ്സ് ആയാലും സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് മെത്തേഡിലൂടെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി എൻഷ്യൂർഡ്. ആൻഡ് ദ സിക്സ്ത് വൺ ഡിഫറൻഷ്യൽ പീസ് വേജ് പ്ലാൻ. ഡിഫറൻഷ്യൽ പീസ് വേജ് പ്ലാൻ എന്ന് പറയുന്നത് ഒരാൾ എത്ര വർക്ക് ചെയ്തിട്ടുണ്ടോ ആ വർക്കിന് അനുസരിച്ചായിരിക്കണം വേജ് കൊടുക്കണം. ഇപ്പോൾ എന്നൊരു പേഴ്സൺ കുറേ ടൈം വർക്ക് ചെയ്തിട്ടുണ്ട്, കുറേ ക്വാണ്ടിറ്റി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിനനുസരിച്ചുള്ളൊരു വേജ് കൊടുക്കണം. ആൻഡ് B എന്നൊരു പേഴ്സൺ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളെങ്കിൽ അതിനനുസരിച്ചുള്ള വേജസ് ആയിരിക്കണം കൊടുക്കുന്നത്. അതാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് പ്ലാനിൽ പറയുന്നത്. ആൻഡ് ദ സെവൻത്ത് വൺ സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസേഷനിൽ 2 ഡിപ്പാർട്ട്മെൻറ്റ് വേണമെന്നാണ് മെയിനായിട്ട് പറയുന്നത്. ദാറ്റ് ഈസ് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റും എക്സിക്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റും. പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് ഫങ്ഷൻ ആയിരിക്കണം. അവിടെ റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ആൻഡ് ഷോപ്പ് ഡിസിപ്ലിനറി ഉണ്ടാവണം. എക്സിക്യൂഷൻ ലെവലിൽ ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, സ്പീഡ് ബോസ് ആൻഡ് ഇൻസ്പെക്ടർ അങ്ങനെയുള്ളവരായിരിക്കണം എക്സിക്യൂഷൻ ഫങ്ഷനിൽ ഉണ്ടാവണം. ദാറ്റ് മീൻസ് ഒരു കമ്പനിയിൽ സ്പെഷ്യലൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവണം. ആ സ്പെഷ്യലൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാനിങ് വർക്കിലും എക്സിക്യൂഷൻ വർക്കിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഇതാണ് ടൈലേഴ്സിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ പറയണത്. ആൻഡ് ഇനി നമുക്ക് ഫയോൾസിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് നോക്കാം. ഇത് പ്രപ്പോണ്ട് ചെയ്തത് ഹെൻറി ഫയോൾ ആണ്, ഫാദർ ഓഫ് മോഡേൺ ഓർ ജനറൽ മാനേജ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് തിയറിയിലാണ്. സോ ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഒരു വർക്ക് റെസ്പെക്റ്റീവ് പീപ്പിൾസിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ വർക്ക് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടും സ്പീഡായിട്ട്
ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. ആൻഡ് സെക്കൻഡ് പോയിന്റ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ പറയണത് എംപ്ലോയീസിന് അതോറിറ്റി കൊടുക്കാൻ അവിടെ എംപ്ലോയീസ് ഉണ്ടാവണം. ആൻഡ് ആ അതോറിറ്റി എംപ്ലോയീസ് റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്തു തീർക്കണം. അതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത്. ദാറ്റ് മീൻസ് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒരു ഓർഗനൈസേഷനിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ആൻഡ് ദ തേർഡ് വൺ ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ഏതൊരു വർക്കിനും ഡിസിപ്ലിൻ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദ ഫോർത്ത് വൺ യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയീസ് അറ്റ് എ ടൈമിൽ ഒരു സുപ്പീരിയറിൻ്റെ ഓർഡർ മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സുപ്പീരിയർ ഒരു ഓർഡർ തരും, ഇന്നൊരു സുപ്പീരിയർ ഇന്നൊരു ഓർഡർ തരുമ്പോൾ അവിടെ എംപ്ലോയീസിന് തമ്മിൽ കൺഫ്യൂഷനാകും. ഏതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്, ഏത് വർക്കാണ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. കുറച്ച് ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന് ഒരു സുപ്പീരിയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ ആ സുപ്പീരിയറിൻ്റെ ഇൻഫോർമേഷനും ആ സുപ്പീരിയറിൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരം മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ദ ഫിഫ്ത്ത് വൺ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിന് ഒരു പ്ലാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് അവിടെ ഒരു ഹെഡ് മാത്രമേ ആ ഗ്രൂപ്പിന് ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷനിൽ പറയണത്. ആൻഡ് ദ സിക്സ്ത് വൺ സബോർഡിനേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. സബോർഡിനേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓരോ ഓർഗനൈസേഷനും വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഡിഫറെൻറ്റ് നീഡ്സ് ഉണ്ടാവും, ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവണം. സോ അവൻ്റെ എല്ലാവരുടെ ഒബ്ജക്റ്റീവ്സും ഈ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണ പോലെയാണ് അവന് വർക്ക് ചെയ്യാൻ വെക്കേണ്ടത്. അതാണ് സിക്സ്ത് പോയിന്റിൽ പറയുന്നത്. ആൻഡ് ദെൻ റെമ്യൂണറേഷൻ. റെമ്യൂണറേഷൻ ഞാൻ പറഞ്ഞു പീസ് വേജ് സിസ്റ്റം ആയിരിക്കണം. അവർ പ്രിപ്പയർ ചെയ്യണം ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അവർക്ക് എത്രയാണോ ശരിക്കും കിട്ടേണ്ട സാലറി അതായിരിക്കണം അവർക്ക് കിട്ടേണ്ടത്. അതാണ് റെമ്യൂണറേഷനിൽ പറയുന്നത്. ആൻഡ് ദ എയ്ത്ത് വൺ സെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഒരു സുപ്പീരിയറിൻ്റെ റോള് സബോർഡിനേറ്റിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. റോൾ എന്ന് പറയുമ്പോൾ സുപ്പീരിയറിൻ്റെ വർക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന വർക്കൊക്കെ സുപ്പീരിയർ അവൻ്റെ കീഴിലുള്ള സബോർഡിനേറ്റ്സിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. അതിനാണ് നമ്മൾ സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സുപ്പീരിയർ സബോർഡിനേറ്റിന് വർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാണ്ടിരിക്കുന്നതാണ്. ആൻഡ് ദ നയൻത്ത് വൺ സ്കാലർ ചെയിൻ. സ്കാലർ ചെയിൻ എന്ന് പറയുന്നത് എ ഹൈറാർക്കി ചാനൽ ഇൻ എൻ ഓർഗനൈസേഷൻ ഈസ് നെസസറി ഫോർ യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ. ഒരു ഓർഗനൈസേഷനിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ അവിടെ ഒരു ഹൈറാർക്കി ഓർഡർ ഫോളോ ചെയ്തിട്ടുണ്ടാകണം. ഒരു ടോപ്പ് ടു ബോട്ടം ലെവൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തൊരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും അത് ഫ്രീ ആയിട്ട് ഓരോ ലെവലിൽ എത്തിച്ചേരുള്ളൂ. ആൻഡ് ദ ടെൻത്ത് വൺ ഓർഡർ. ഓർഡർ എന്ന് പറയുന്നത് മെറ്റീരിയൽ ഓർഡർ ഉണ്ട്, സോഷ്യൽ ഓർഡർ ഉണ്ട്. മെറ്റീരിയൽ ഓർഡർ മെറ്റീരിയൽസ് ആ ഓർഗനൈസേഷനിൽ ഡീൽ ചെയ്യുന്ന മെറ്റീരിയൽസിനെ കുറിച്ചും, ആൻഡ് സോഷ്യൽ ഓർഡർ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചുമാണ്. ആൻഡ് ദ 11th പോയിന്റ് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴുമേ ജസ്റ്റിസ് ആൻഡ് കൈൻഡ്നെസ് ഉണ്ടാവണം എന്നാണ് ഇക്വിറ്റിയിൽ പറയുന്നത്. ആൻഡ് ദ 12th പോയിന്റ് സ്റ്റെബിലിറ്റി ഇൻ ദ ടെന്യൂർ ഓഫ് പേഴ്സൺ. ഒരു വർക്ക് ചെയ്യണ പേഴ്സൺ ആ വർക്കിൽ മാത്രമേ സ്റ്റേബിളായിട്ട് ഉണ്ടാവണം. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരാൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, അദ്ദേഹം ഒരു മാസം കഴിയുന്ന മുന്നേ തന്നെ അദ്ദേഹത്തിനെ വേറെ ഒരു വർക്കിൽ എത്തിപ്പിച്ചു. അപ്പോൾ നമുക്ക് അവിടെ എന്താവും, ഈ വർക്കിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല, നെക്സ്റ്റ് പോണ വർക്കിനും ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല. സോ അദ്ദേഹത്തെ നമ്മൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചേർത്തുമ്പോൾ പിന്നെയും ആ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി വേണം അദ്ദേഹം വർക്ക് ചെയ്യാൻ. സോ ഒരു പേഴ്സണെ നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അവിടെ സ്റ്റെബിലിറ്റി ഉണ്ടാവണം. എന്നാൽ മാത്രമേ വർക്ക് എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ട് തീർക്കാൻ പറ്റുള്ളൂ എന്നാണ് 12th പ്രിൻസിപ്പിളിൽ ഫയോള പറയുന്നത്. ആൻഡ് ദ 13th പ്രിൻസിപ്പിൾ ഇനീഷ്യേറ്റീവ്. ഇനീഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ ഓരോ പേഴ്സണും ആ ഓർഗനൈസേഷൻ്റെ ഡെവലപ്പിന് വേണ്ടി എന്തെങ്കിലും ഇന്നോവേഷൻ ചെയ്യണം. എംപ്ലോയീസ് പറയുന്ന ഇന്നോവേഷൻസ് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ, റെലവൻ്റ് ആണോ എന്ന് അറിഞ്ഞ് മനസ്സിലാക്കണം. ആൻഡ് ദ 14th പോയിന്റ് ഈ സ്പിരിറ്റ് ഡിക്കോപ്സ്. ഈ സ്പിരിറ്റ് ഡിക്കോപ്സ് എന്ന് പറയുന്നത് യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഒരു ഓർഗനൈസേഷന് എല്ലാവരും കൂടി ഒന്നിച്ച് തീരുമാനിച്ചാൽ മാത്രമേ അവിടെ എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഫയോള പറയുന്നത്. സോ ഇതാണ് ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ഉണ്ട്. അതാണ് മെയിൻ 5 ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓർഗനൈസേഷനിൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽ പ്ലാൻ പ്രിപ്പയർ ചെയ്യും. അതാണ് പ്ലാനിങ്. ഈ പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ ഓരോ ടാസ്കും
ചെയ്ത് തീർക്കുന്നത്. ആൻഡ് ദെൻ ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കുറച്ച് പേഴ്സൺസിനെ അസൈൻ ചെയ്യും. എന്നിട്ട് അവർ അസൈൻ ചെയ്ത വർക്കിനെ നമ്മൾ തിരിച്ച് ഓർഗനൈസ് ചെയ്ത് ഹോൾ കംപ്ലീറ്റ് ടാസ്ക് ആയിട്ട് നമ്മൾ മാറ്റും. ആൻഡ് ദെൻ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്. എങ്ങനെയാണ് അവർ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നത്, അവരുടെ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ്, മോട്ടിവേഷൻ, ആ പ്രോസസ്സൊക്കെ സ്റ്റാഫിങ്ങിൽ വരും. ആൻഡ് ദെൻ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് എംപ്ലോയീസിനെ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും, അവരെ ഡയറക്റ്റ് ചെയ്യും. അതാണ് ഡയറക്റ്റിങ്ങിൽ പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ കൺട്രോളിങ് എന്ന് പറയുന്നത് പ്ലാൻ ചെയ്തതും ഇപ്പം ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നതും കറക്റ്റാണ് എന്ന് നോക്കി അതിനെ കൺട്രോൾ ചെയ്യുക. പ്ലാനിങ് ചെയ്ത ടാസ്കിൽ നിന്ന് കറണ്ട് പെർഫോമൻസ് വന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് ഫീഡ്ബാക്ക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതാണ് കൺട്രോളിങ്ങിൽ പറയണത്. സോ ഇതാണ് കൺട്രോളിങ്ങിൽ പറയണത്. സോ ഇതാണ് 5 functions of management. And the next topic is types of organization types. ഫസ്റ്റ് പറയുന്നത് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓർഗനൈസേഷന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് ഉണ്ടാകും. എക്സാമ്പിൾ പ്രൊഡക്ഷൻ, ഫിനാൻസ്, സെയിൽസ് എന്ന് പറഞ്ഞ് നമ്മൾ ഫങ്ഷനായിട്ട് തിരിക്കും. ഓരോ ഫങ്ഷനും ഓരോ ഹെഡ്സ് ഉണ്ടാകണം. ഇതൊരു സിമ്പിൾ സ്ട്രക്ചറാണ്. അതോറിറ്റി, ടോപ്പ് ലെവലിലുള്ള അതോറിറ്റിക്കാണ് ഇവിടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓരോ ഡിവിഷനായിട്ട് തിരിക്കും. ഒരു ഫങ്ഷനിൽ തന്നെ കുറേ ഡിവിഷൻസ് ഉണ്ടാകും. ആ ഡിവിഷനിലാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ്. ഫങ്ഷണൽ സ്ട്രക്ചറിനെ പോലെ സിമ്പിളല്ല, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ആൻഡ് ഓട്ടോണോമി എന്ന് പറയുന്നത് ഇവിടെ കൂടുതലായിരിക്കും. ഡിവിഷണൽ ലെവലിലുള്ള ഹെഡിനാണ് ഇവിടെ മെയിൻ ഫോക്കസ് ഉള്ളത്. ആൻഡ് ദെൻ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ പ്രകാരമുള്ള ഒരു ഫോർമേഷനാണ് ഫോർമൽ ഓർഗനൈസേഷൻ. ഇവിടെ ഹൈറാർക്കി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുമായിരിക്കും. ടോപ്പ് ലെവലിൽ നിന്ന് ബോട്ടം ലെവലിലോട്ട് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഇതാണ് ഫോർമൽ ഓർഗനൈസേഷൻ. ദെൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എംപ്ലോയീസിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന ഒരു ഫോർമേഷനാണ്. ഇത് സ്പോണ്ടേനിയസ് ആയിരിക്കും. അവരുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഫോം ചെയ്യുന്ന ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആയിരിക്കും. ആൻഡ് ദെൻ ഇവരുടെ കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സെൽഫ് സാറ്റിസ്ഫാക്ഷനും സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ് അച്ചീവ് ചെയ്യുന്നതായിരിക്കും ഇൻഫോർമൽ ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ്സ്. ആൻഡ് ഇനി നമുക്ക് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് നോക്കാം. റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞ എന്താണ്, കുറച്ച് പൂൾ ഓഫ് കാൻഡിഡേറ്റ്സിനെ നമ്മൾ വർക്കിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യണതിനാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് പ്രകാരമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീഡിയം വഴി നമ്മൾ ഇങ്ങനെ ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് ആവശ്യമുണ്ടെന്ന് പറയും. സോ അവർ ആ ആപ്ലിക്കേഷൻ കൊടുക്കും അതിന് വേണ്ടി, ആ പോസ്റ്റിന് വേണ്ടി. സോ അതിനാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്രോസസ്സാണ്. സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്, ഒരു ജോബിൻ്റെ പൊസിഷന് വേണ്ടി നമ്മൾ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ 2 സോഴ്സസ് ഉണ്ട്, ഇൻറ്റേർണൽ സോഴ്സും എക്സ്റ്റേർണൽ സോഴ്സും. ഇൻറ്റേർണൽ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ തന്നെ സെലക്ട് ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ സോഴ്സസ്. ദാറ്റ് മീൻസ് ട്രാൻസ്ഫർ, പ്രൊമോഷൻ ആൻഡ് ഡിമോഷൻ. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയീസിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇനിയൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ട്രാൻസ്ഫറിൽ പറയുന്നത്. ദെൻ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ലോ ലെവലിൽ നിന്ന് ഹൈ ലെവലിലുള്ള സ്റ്റാറ്റസ് കൊടുക്കും. അവിടെ അതോറിറ്റി എല്ലാമേ നമ്മൾ കൊടുക്കും. ട്രാൻസ്ഫറിൽ റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ പ്രൊമോഷനിൽ അതോറിറ്റിയൊക്കെ ഉണ്ടാകും. അതാണ് പ്രൊമോഷനിൽ പറയുന്നത്. ആൻഡ് ദെൻ ഡിമോഷൻ എന്ന് പറയുമ്പോൾ പ്രൊമോഷൻ്റെ ഓപ്പോസിറ്റാണ്. ഹൈ ലെവലുള്ള പേഴ്സണിനെ നമ്മൾ റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും ഒക്കെ കട്ട് ചെയ്ത് ലോ ലെവലിൽ നമ്മൾ കൊണ്ടുവരും. അതാണ് ഡിമോഷൻ. സോ ഇതാണ് ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ആൻഡ് ദെൻ എക്സ്റ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അഡ്വർടൈസ്മെൻറ്റ് വഴി നമ്മൾ പേഴ്സൺസിനെ റിക്രൂട്ട് ചെയ്യുക, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചോ ദെൻ ക്യാമ്പസ് ഇൻ്റർവ്യൂ വെച്ചിട്ട് നമ്മൾ അവരിനെ റിക്രൂട്ട് ചെയ്യുക. ദെൻ കാഷ്വൽ കോളേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സെറ്റ് ഓഫ് പീപ്പിൾസ് നമ്മളൊരു ഡാറ്റാബേസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. എന്തെങ്കിലും ഒരു എമർജൻസി വർക്കിന് വേണ്ടി അവരിനെ വിളിക്കും. ദെൻ അവർ നമ്മുടെ ആ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കും. അതാണ് കാഷ്വൽ കോളേഴ്സ്. ദെൻ റെഫറൻസസ് എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ കൊണ്ട് തന്നെ നമ്മൾ റെഫർ ചെയ്ത് പിന്നെ അറിഞ്ഞവരോ ഫ്രണ്ട്സിനെയോ കൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറയും. അങ്ങനെയും നമുക്ക് റിക്രൂട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യാം. സോ ഇതാണ് 2 സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, ഇൻറ്റേർണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേർണൽ സോഴ്സസ്.
ദെൻ ട്രെയിനിങ് നമുക്ക് 2 ടൈപ്സിലുണ്ട്, ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും. ട്രെയിനിങ് എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കറിയാം, ഒരു പേഴ്സണിനെ വർക്കിലോട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അവർക്ക് ആ വർക്കിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് ട്രെയിനിങ്ങിൽ പറയണത്. സോ ഓൺ ദ ജോബ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യും, അതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ട്രെയിനിങ് മാത്രമേ അദ്ദേഹം അറ്റൻഡ് ചെയ്യുള്ളൂ, വർക്ക് ട്രെയിനിങ് ചെയ്ത ശേഷം മാത്രമേ ജോയിൻ ചെയ്യുള്ളൂ, അതാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. സോ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ അപ്രൻറ്റീസ്ഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, കോച്ചിങ് ഉണ്ട്, ജോബ് റൊട്ടേഷൻ, അണ്ടർ സ്റ്റഡി, ഇൻറ്റേൺഷിപ്പ്, ട്രെയിനിങ്. ഇതൊക്കെ ഒരു പേഴ്സൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ട്രെയിനിങ്സും അറ്റൻഡ് ചെയ്യും. കോച്ചിങ് ആയിട്ടും ഓരോ ജോബിൽ റൊട്ടേറ്റ് ചെയ്ത് ആ ജോബിനെ കുറിച്ച് ട്രെയിൻ ചെയ്യുക. ആൻഡ് ദെൻ അണ്ടർ സ്റ്റഡി, ഒരു പേഴ്സൻ്റെ കീഴിൽ ഇരുന്ന് ആ ജോബിനെ കുറിച്ച് സ്റ്റഡി ചെയ്തൊക്കെയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ദെൻ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരു കേസ് സ്റ്റഡി കൊടുത്തിട്ട് അതിൻ്റെ പെർഫോമൻസ് നോക്കുക, ക്ലാസ് റൂം ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്യുക. ദെൻ കമ്പ്യൂട്ടർ മോഡലിംഗ്, ഒരു മോഡൽ പ്രിപ്പയർ ചെയ്തിട്ട് ആ മോഡൽ വെച്ച് വർക്കിനെ കുറിച്ച് മനസ്സിലാക്കുക. ദെൻ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, ഇതൊക്കെ ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് കഴിഞ്ഞ ശേഷം മാത്രമേ ആ പേഴ്സൺ വർക്കിന് ചേരുള്ളൂ. ഇതാണ് 2 മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്, ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദ ജോബ് മെത്തേഡ് ട്രെയിനിങ്. ഇനി നമുക്ക് അടുത്തത് നോക്കാൻ പോകുന്നത് മോട്ടിവേഷണൽ തിയറീസ് ആണ്. മോട്ടിവേഷണൽ തിയറീസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ആൻഡ് റിപ്പീറ്റിംഗ് ടോപ്പിക്കാണ്. സോ മോട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത് ഒരു പേഴ്സണിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വെക്കുന്നതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മേക്കിംഗ് എ പേഴ്സൺ ടു വർക്ക് ഇൻ എൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷനിൽ ഒരു പേഴ്സണെ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യണതിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ മോട്ടിവേഷൻ തിയറീസ് 2 ടൈപ്സ് ഓഫ് തിയറീസ് ഉണ്ട്, കണ്ടൻറ് തിയറീസ് ഉണ്ട്, പ്രോസസ് തിയറീസ് ഉണ്ട്. കണ്ടൻറ് തിയറിയിൽ ഫസ്റ്റ് വൺ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, അബ്രഹാം ഹെറോൾഡ് മാസ്ലോ ആണ് കൊണ്ടുവന്നത്. അതിൽ 5 നീഡ്സ് ഉണ്ട്, ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സ് നമുക്കറിയാം ബേസിക് നീഡ്സ് ആണ്. സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷന് വേണ്ട സേഫ്റ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പേഴ്സണിന് മോട്ടിവേഷൻ കിട്ടുള്ളൂ. ദെൻ സോഷ്യൽ നീഡ്സ് എന്ന് പറയുമ്പോൾ സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെയുള്ളതൊക്കെ. ആൻഡ് എസ്റ്റീം നീഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണ് പുറത്ത് പബ്ലിക്കിൽ നിന്ന് ഒരു അംഗീകാരം കിട്ടണം, അതാണ് എസ്റ്റീം നീഡ്സിൽ പറയുന്നത്. ആൻഡ് ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ സ്വയമായിട്ട് മനസ്സിലാക്കണം, റിയലൈസ് ചെയ്യണം എല്ലാ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നത്, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഇതൊരു ഹൈ ലെവൽ ഓഫ് നീഡാണ്. ഇതൊരു ഹൈറാർക്കി മോഡൽ പോലെയാണ്, താഴെ നിന്ന് മേലെ പോണത്. താഴെ ഫിസിയോളജിക്കൽ നീഡ്സ്, ദെൻ മേലെ സേഫ്റ്റി നീഡ്സ്, ആൻഡ് ദെൻ സോഷ്യൽ നീഡ്സ്, at the top esteem needs, and finally at the most top self actualization needs. And the next theory is Herzberg's 2-factor theory. Herzberg's 2-factor theory കൊണ്ടുവന്നത് ഫെഡറിക് ഹെർസ്ബർഗ് ആണ്. ഇതിൽ 2 factor എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആൻഡ് ഹൈജീൻ തിയറിയാണ്. മോട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത് പ്രസൻസ് ക്രിയേറ്റ്സ് ഹൈ മോട്ടിവേഷൻ ബട്ട് ആബ്സെൻസ് ഡസ് നോട്ട് ക്രിയേറ്റ് ഡിസാറ്റിസ്ഫാക്ഷൻ. അതെന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഒരു ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അവിടെ നല്ല മോട്ടിവേഷൻ ആയിരിക്കും, ബട്ട് ഇല്ലെങ്കിലും വലിയ ഡിസാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവില്ല, പക്ഷേ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ഒരു മോഡറേറ്റ് ലെവലിലായിരിക്കും ആ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യുക. ഇതാണ് മോട്ടിവേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ റെസ്റ്റ് ചെയ്യാനുള്ള പ്ലേസ് അങ്ങനെയുള്ളതൊക്കെയാണ് മോട്ടിവേഷൻ ഫാക്ടറിൽ വരിക. ആൻഡ് ദെൻ ഹൈജീൻ ഫാക്ടർ ഓർ മെയിൻ്റനൻസ് ഫാക്ടർ എന്ന് പറയുമ്പോൾ പ്രസൻസ്, ആ ഒരു ഫാക്ടറിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടാക്കില്ല, പക്ഷെ ആ ഫാക്ടർ ഇല്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന് വലിയ ഡിസാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരും. അതാണ് ഹൈജീൻ ഓർ മെയിൻ്റനൻസ് ഫാക്ടറിൽ പറയണത്. ഫോർ എക്സാമ്പിൾ ഓഫീസിൽ ഇൻഎഫിഷ്യൻ്റ് ഓഫ് വാഷ്റൂം, ഒരു ഓഫീസിൽ വാഷ്റൂം ഒന്നും ഇല്ലെങ്കിൽ അവിടെ എന്തായിരിക്കും സീരിയസ് ഡിസാറ്റിസ്ഫാക്ഷൻ നമുക്ക് കൊണ്ടുവരും. അതാണ് ഹൈജീൻ ഫാക്ടറിൽ പറയുന്നത്. സോ ഹെർസ്ബർഗിൻ്റെ 2-factor തിയറിയിൽ മോട്ടിവേഷൻ ഫാക്ടറും ഉണ്ട്, ഹൈജീൻ ഫാക്ടറും ഉണ്ട്. ആൻഡ് ദെൻ ആൽഡർഫേഴ്സ് ERG തിയറി. ആൽഡർഫേഴ്സ് ERG തിയറിയിൽ പറയണത് 3 points ആണ്. E എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ്, R എന്ന് പറയുന്നത് റിലേറ്റഡ്നെസ്, G എന്ന് പറയുന്നത് ഗ്രോത്ത്. ഈ തിയറി വന്ന് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറീൻ്റെ ഒരു പാർട്ട് പോലെയാണ്. മാസ്ലോസിൻ്റെ നീഡ് ഹൈറാർക്കി തിയറി വെച്ചിട്ടാണ് ഈ തിയറി കൊണ്ടുവന്നത്. എക്സിസ്റ്റൻസിൽ പറയണത് ഫിസിയോളജിക്കൽ നീഡാണ്. ദെൻ റിലേറ്റഡ്നെസ്സിൽ പറയണത്
സേഫ്റ്റി ആൻഡ് സോഷ്യൽ നീഡ്സിനെ കുറിച്ചാണ് പറയണത്. ആൻഡ് ഗ്രോത്തിൽ സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷനെ കുറിച്ചാണ് പറയണത്. ആൻഡ് ദ നെക്സ്റ്റ് തിയറി ഈസ് മെക്ലെലൻസ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി. ഇത് കൊണ്ടുവന്നത് ഡേവിഡ് സി മെക്ലെലൻഡ് ആണ്. ഇതിൽ നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ ആൻഡ് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. ഒരു പേഴ്സണ് അഫിലിയേഷൻ്റെ നീഡ്, പവറിൻ്റെ നീഡ് ആൻഡ് ദെൻ അച്ചീവ്മെൻറ്റിൻ്റെ നീഡാണ് മെയിനായിട്ട് വേണ്ടത് എന്നാണ് മെക്ലെലൻ്റെ അച്ചീവ്മെൻറ്റ് തിയറിയിൽ പറയണത്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ മെക്ഗ്രിഗേഴ്സ് തിയറി എക്സ് ആൻഡ് വൈ. മെക്ഗ്രിഗേഴ്സ് തിയറി എക്സ് ആൻഡ് വൈ കൊണ്ടുവന്നത് മെക്ഗ്രിഗർ ആണ്. ഇതിൽ തിയറി എക്സ് ഉണ്ട്, തിയറി വൈ ഉണ്ട്. തിയറി എക്സ് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ തിയറിയാണ്. ഇവിടെ പവർ ആണ് സുപ്രീം എന്ന് പറയുന്നത്. ഒരു നെഗറ്റീവ് മോട്ടിവേഷൻ തിയറി പോലെയാണ്. പീപ്പിൾ അറ്റ് വർക്ക് ലെവൽ ഹാവ് നോ അതോറിറ്റി ടു സജസ്റ്റ്. ഒരു വർക്ക് ചെയ്യുന്ന പീപ്പിൾസിന്, ദാറ്റ് മീൻസ് എംപ്ലോയീസിന് ഒരു ഐഡിയ പോലും അവരുടെ ഇന്നോവേഷൻസ് ഒന്നും മാനേജേഴ്സിന് പറഞ്ഞു കൊടുക്കാനുള്ള അതോറിറ്റി ഇല്ല എന്നാണ് തിയറി എക്സിൽ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ തിയറി വൈൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു തിയറി വൈ ആണ്. അവിടെ ഫ്രീഡം ഉണ്ടാവും, ഡെമോക്രാറ്റിക് എൻവയോൺമെൻ്റ് ആയിരിക്കും, ആൻഡ് ദെൻ ഡീസെൻട്രലൈസേഷൻ അവിടെ ഉണ്ടാവും. ആൻഡ് പീപ്പിളിന് വർക്ക് ഇഷ്ടമില്ലാണ്ട് ഇരിക്കില്ല, അവർക്ക് ആ വർക്ക് ഇഷ്ടപ്പെട്ടായിരിക്കും അവർ ചെയ്യണത്. ഇതാണ് തിയറി വൈയിൽ പറയുന്നത്. സോ മെക്ഗ്രിഗേഴ്സ് തിയറി, തിയറി എക്സ് ഉണ്ട്, തിയറി വൈ ഉണ്ട്. തിയറി എക്സിൽ പറയണത് പവർ ഈസ് സുപ്രീം, പവറാണ് അവിടെ വലുത്, സുപ്പീരിയർ ഓർ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനുള്ള അതോറിറ്റിയാണ് അവിടെ വലുത്. ആൻഡ് തിയറി വൈയിൽ എന്ന് പറയുന്നത് പീപ്പിൾ വർക്ക് ഇഷ്ടപ്പെട്ടായിരിക്കും ചെയ്യാൻ, അവിടെ ഡീസെൻട്രലൈസേഷനൊക്കെ ഉണ്ടാവും, എംപ്ലോയീസിന് എന്ത് വേണമെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് തിയറി എക്സ് ആൻഡ് വൈ. സോ നമ്മൾ കണ്ടൻറ്റ് തിയറി നോക്കി. കണ്ടൻറ്റ് തിയറിയിൽ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഉണ്ട്, ഹെർസ്ബർഗ്സ് 2 ഫാക്ടർ തിയറി ഉണ്ട്, ആൽഡഫേഴ്സ് ERG തിയറി ഉണ്ട്, മെക്ലെലൻസ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി, ആൻഡ് ദ ലാസ്റ്റ് വൺ മെക്ഗ്രിഗേഴ്സ് തിയറി എക്സ് ആൻഡ് വൈ. ഇനി നമുക്ക് പ്രോസസ് തിയറി എന്താണെന്ന് നോക്കാം. പ്രോസസ് തിയറിയിലെ ഫസ്റ്റ് വൺ ഇക്വിറ്റി തിയറി. ഇക്വിറ്റി തിയറി കൊണ്ടുവന്നത് ജെ സ്റ്റേസി ആഡം ആണ്. ഇക്വിറ്റി തിയറിയിൽ എന്താ പറയണത് വെച്ചാൽ ഇൻഡിവിജ്വൽ ബിലീവ് ദാറ്റ് ഈസ് ബീൻ ട്രീറ്റഡ് ഫെയർലി വിത്ത് അതേഴ്സ്. ഒരു വർക്ക് ചെയ്യണ എംപ്ലോയി വന്ന് അദ്ദേഹം മനസ്സിലാക്കും മറ്റുള്ള എംപ്ലോയീസിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്, എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇക്വിറ്റി തിയറിയിൽ പറയണത്. ദെൻ സെക്കൻഡ് വൺ വ്രൂംസ് എക്സ്പെക്റ്റൻസി മോഡൽ. വ്രൂംസ് എക്സ്പെക്റ്റൻസി മോഡൽ കൊണ്ടുവന്നത് വിക്ടർ വ്രൂമാണ്. ഇവിടെ എന്താ പറയണത് വെച്ചാൽ മോട്ടിവേഷൻ ആക്ട് ആസ് എ പ്രോസസ് ഓഫ് ഗവേണിങ് ചോയ്സസ്. ചോയ്സസ് അനുസരിച്ചായിരിക്കും അവിടെ മോട്ടിവേഷൻ നമുക്ക് ആക്ട് ചെയ്യണത്. പീപ്പിൾ വന്ന് ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി സ്വയമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും ആൻഡ് അവരുടെ സുപ്പീരിയേഴ്സ് മോട്ടിവേറ്റും ചെയ്യുമെന്നാണ് വ്രൂംസ് എക്സ്പെക്റ്റൻസി മോഡലിൽ പറയണത്. ആൻഡ് ദ തേർഡ് വൺ ദ പ്രോട്ടർ ലോവർ എക്സ്റ്റൻഷൻ. പ്രോട്ടർ ലോവർ എക്സ്റ്റൻഷൻ എന്താ പറയണത് വെച്ചാൽ ദർ മേ ബി ഇൻഡീഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പെർഫോമൻസ്. പെർഫോമൻസിനും സാറ്റിസ്ഫാക്ഷനും അവിടെ ഒരു ഇൻഡീഡ് റിലേഷൻഷിപ്പ് ഉണ്ട്, ബട്ട് ദാറ്റ് ഇറ്റ് ഗോസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അത് പോണത്. ദാറ്റ് ഈസ് സുപ്പീരിയർ പെർഫോമൻസ് ലീഡ്സ് ടു സാറ്റിസ്ഫാക്ഷൻ. സുപ്പീരിയറിൻ്റെ പെർഫോമൻസ് ആണ് എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരുന്നത്. അവരെങ്ങനെയാണോ സുപ്പീരിയർ ആ ഓർഗനൈസേഷനിൽ എങ്ങനെയാണോ വർക്ക് ചെയ്യണത് അങ്ങനെ ആയിരിക്കും എംപ്ലോയീസിന് മോട്ടിവേഷൻ കിട്ടുക, അത് പ്രകാരമായിരിക്കും എംപ്ലോയീസ് വർക്ക് ചെയ്യാനാണ് പോർട്ടർ ലോവർ എക്സ്റ്റൻഷനിൽ പറയണത്. ആൻഡ് ദ ലാസ്റ്റ് വൺ റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി. റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി കൊണ്ടുവന്നത് BF സ്കിന്നർ ആണ്. ഇതിലെന്താ പറയണത് വെച്ച് ഒരു എംപ്ലോയീസിന് റിവാർഡ് കിട്ടുന്ന വർക്കാണെങ്കിൽ അദ്ദേഹം ആ വർക്കിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു എംപ്ലോയി നല്ലോണം വർക്ക് ചെയ്ത് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മാനേജർ എന്തെങ്കിലും റിവാർഡ് കൊടുത്തു വെച്ചാൽ ആ എംപ്ലോയി ഇനിയും റിവാർഡ് കിട്ടണമെന്ന് പ്രതീക്ഷിച്ച് ഇനിയും നല്ലോണം വർക്ക് ചെയ്യും. പക്ഷേ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് പണിഷ്മെൻറ്റ് കിട്ടി വെച്ച് അദ്ദേഹം ആ വർക്കിനെ റിപ്പീറ്റ് ചെയ്യില്ല. ഇങ്ങനെയാണ് ഒരു എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യണമെന്നാണ് BF സ്കിന്നർ റീഇൻഫോഴ്സ്മെൻറ്റ് തിയറിയിൽ പറയണത്. ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് തിയറിയിൽ നമുക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ട്, പണിഷ്മെൻറ്റ് ഉണ്ട് ആൻഡ് എക്സ്റ്റൻഷൻ. എക്സ്റ്റൻഷൻ പറഞ്ഞ് അദ്ദേഹത്തെ നമ്മൾ വർക്കിൽ നിന്ന് പറഞ്ഞു വിടാം, അതാണ് എക്സ്റ്റൻഷനിൽ പറയുന്നത്. സോ ഇതാണ് പ്രോസസ് തിയറിയിൽ പറയണത്. ഫസ്റ്റ് വൺ ഇക്വിറ്റി തിയറി, വ്രൂംസ് എക്സ്പെക്റ്റൻസി മോഡൽ, the Porter lower extension and reinforcement theory. The next topic is performance appraisal. Performance appraisal എന്ന് പറയുമ്പോൾ ഒരു വർക്കർ വർക്ക് ചെയ്തതിൻ്റെ നമ്മൾ അപ്രൈസ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ വർക്കിനെ നമ്മൾ അനലൈസ് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കുക. അതാണ് പെർഫോമൻസ് അപ്രൈസൽ പറയണത്.
അവർ എങ്ങനെ വർക്ക് ചെയ്തു എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണതിനാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയാം. സോ ഇതിൻ്റെ മെയിൻ 5 ടൈപ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ എന്താണെന്ന് നോക്കുക. ഫസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്. മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ആ എംപ്ലോയീസിൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാവരും കൂടി, ദാറ്റ് മീൻസ് അദ്ദേഹത്തിൻ്റെ എല്ലാ മാനേജറും കൂടി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് അപ്രൈസൽ ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ, ബിഹേവിയർ ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ. ബിഹേവിയർ ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുമ്പോൾ എംപ്ലോയർ കമ്പയർസ് എംപ്ലോയി പെർഫോമൻസ് വിത്ത് സ്പെസിഫിക് ബിഹേവിയർ. ഒരു എംപ്ലോയീൻ്റെ സ്പെസിഫിക് ബിഹേവിയർ വെച്ചിട്ടാണ് എംപ്ലോയർ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. അത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടർ ആയാലും ശരി, ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടർ ആയാലും ശരി. ഇതാണ് ബിഹേവിയർ ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ പറയണത്. ആൻഡ് ദ തേർഡ് വൺ, ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡ്. ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ, ഒരു എംപ്ലോയിന് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ കൊടുക്കും. എക്സാമ്പിൾ, ഒരു കേസ് സ്റ്റഡി പോലുള്ള സിറ്റുവേഷൻ കൊടുക്കും. എന്നിട്ട് ആ സിറ്റുവേഷനിൽ അവരെങ്ങനെ പെർഫോം ചെയ്യണു എന്നനുസരിച്ചായിരിക്കും അവർക്ക് അപ്രൈസൽ ചെയ്യുക. അതാണ് ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡ്. ആൻഡ് ദ ഫോർത്ത് വൺ, 360 ഡിഗ്രി ഫീഡ്ബാക്ക്. 360 ഡിഗ്രി ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിൻ്റെ ചുറ്റുമുള്ള കോ വർക്കേഴ്സ് ആയാലും ശരി, അവരുടെ എംപ്ലോയേഴ്സ്, ടോപ്പ് ലെവൽ മാനേജേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് 360 ഡിഗ്രി ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഫീഡ്ബാക്ക് കളക്റ്റഡ് ബൈ ഓൾ ദ ഏജൻറ്റ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലുള്ള എല്ലാവരും ചേർന്നിട്ടുള്ള ഫീഡ്ബാക്കാണ് കൊടുക്കുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, ഫോഴ്സ്ഡ് ചോയ്സ് മെത്തേഡ്. ഫോഴ്സ്ഡ് ചോയ്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്യുക. ആ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആവാം, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആവാം. സോ ആ സ്റ്റേറ്റ്മെൻറ്റിന് ഓരോ എംപ്ലോയീസിനും എങ്ങനെ അവർ റേറ്റ് ചെയ്യണോ, അവർ എങ്ങനെ ആ സ്റ്റേറ്റ്മെൻറ്റിലോട് വാലിഡേറ്റ് ചെയ്യണോ എന്നറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഫോഴ്സ്ഡ് ചോയ്സ് മെത്തേഡ് പ്രകാരം നമ്മളൊരു പേഴ്സൻ്റെ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യണത്. ഇതിൽ മോസ്റ്റ് കോമൺ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പാണ് 360 ഡിഗ്രി ഫീഡ്ബാക്ക്. സോ ഇതാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ മെയിനായിട്ട് നോക്കേണ്ടത്. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറയുന്നത് ദ വേ വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് അറൗണ്ട് അസ്. നമ്മുടെ ചുറ്റുമുള്ള വേൾഡിനെ നമ്മൾ എങ്ങനെ അറിഞ്ഞ് മനസ്സിലാക്കണോ എന്നതാണ് പെർസെപ്ഷനിൽ പറയുന്നത്. എങ്ങനെയാണ് ഒരു പേഴ്സൺ ഒരു ഒബ്ജക്റ്റിനെ കാണണത്, ഒബ്ജക്റ്റ് അല്ല ഏതൊരു കാര്യമായാലും നമ്മൾ എങ്ങനെ അതിനെ കാണുന്നത്, വേ ഓഫ് വി സീ ഇറ്റ്, അതാണ് പെർസെപ്ഷനിൽ പറയണത്. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഓരോ പേഴ്സണിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു പേഴ്സൻ്റെ ക്വാളിറ്റീനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ദ ക്യാരക്ടറിസ്റ്റിക്സ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ആൻഡ് മോഡ്സ് ഓഫ് തിങ്കിങ്. ഒരാളുടെ ബിഹേവിയർ അദ്ദേഹത്തിൻ്റെ തിങ്കിങ്ങും ആണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. സോ ഇതാണ് മെയിനായിട്ടുള്ള ഒരു 2 ടോപ്പിക്സ്. പെർസെപ്ഷൻ എന്താണ്, പേഴ്സണാലിറ്റി എന്താണ്. ആൻഡ് ഇനി നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഒരു ഗ്രൂപ്പ് ഫോർമേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ സ്റ്റേജസ് ആണ് കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് വൺ, ഫോമിംഗ് സ്റ്റേജ്. ഫോമിംഗ് സ്റ്റേജ് ഓറിയൻറ്റേഷൻ സ്റ്റേജ് എന്നും പറയും. ഫോമിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ കെയിം ടു നോ ഈച്ച് അതർ. ഓരോ പേഴ്സൺസും അപ്പോഴാണ് ആ ഗ്രൂപ്പിലുള്ള കൂടെയുള്ള മെമ്പേഴ്സിനെ ഫസ്റ്റായിട്ട് കാണണതും അവരിനെക്കുറിച്ച് അറിയണതും. ആൻഡ് ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് സ്റ്റോമിങ് ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ. ഡിസാറ്റിസ്ഫാക്ഷൻ സ്റ്റേജിൽ ആ ടീമിൽ കോൺഫ്ലിക്റ്റ് വരും. ഓരോ ഐഡിയാസ് അവർ കൊണ്ടുവരുമ്പോൾ ഒരാളുടെ ഐഡിയയും മറ്റൊരാളുടെ ഐഡിയയും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരുന്നതാണ് സ്റ്റോമിങ് സ്റ്റേജ്. ആൻഡ് ദെൻ തേർഡ് സ്റ്റേജ് ഈസ് നോമിങ് ഓർ റെസൊല്യൂഷൻ. ഈ സ്റ്റേജിൽ എന്താ പറയുന്നത് വെച്ചാൽ ടീം അവരെ മനസ്സിലാക്കി കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലാണ്ട് ആ ടീം കുറച്ച് സ്ട്രോങ് ആവും അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ആൻഡ് ദ ഫോർത്ത് സ്റ്റേജ് ഈസ് പെർഫോമിംഗ് സ്റ്റേജ്. പെർഫോമിംഗ് സ്റ്റേജിനെ നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയും. ഈ സ്റ്റേജിലാണ് അവരെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി വർക്കിന് വേണ്ടി പെർഫോം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണത്. അവരുടെ ഡ്യൂട്ടീസ് അറിഞ്ഞ് മനസ്സിലാക്കി അവർ വർക്ക് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദ ലാസ്റ്റ് ഫിഫ്ത്ത് സ്റ്റേജ് ഈസ് അഡ്ജേണിങ് സ്റ്റേജ്. അഡ്ജേണിങ് സ്റ്റേജ് ഓർ ടെർമിനേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് അവർ വർക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഗ്രൂപ്പ് ടെർമിനേറ്റ് ചെയ്ത് പോവുക, ഡിസ്കണക്റ്റ് ആയി പോവുക. അതാണ് അഡ്ജേണിങ് സ്റ്റേജ്. ഫോമിംഗ് സ്റ്റേജിൻ്റെ ഓപ്പോസിറ്റ്. ഫോമിംഗ് സ്റ്റേജിൽ എല്ലാവരും അപ്പോഴായിരിക്കും ജോയിൻ ചെയ്യുന്നത്. അഡ്ജേണിങ് സ്റ്റേജിൽ ആ ജോയിൻ ചെയ്ത ഗ്രൂപ്പ് പിരിഞ്ഞു പോകുന്നതിനാണ് അഡ്ജേണിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഇതാണ് 5 സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ്: ഫോമിംഗ്, സ്റ്റോമിംഗ്, നോർമിംഗ്, പെർഫോമിംഗ് ആൻഡ് അഡ്ജേണിങ്. And the next topic is power.
പവർ എന്ന് പറയുന്നത് ഒരു പേഴ്സണിനെ ഇനിയൊരു പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ എബിലിറ്റി ടു അഫക്റ്റ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. ഇനി ഒരാളുടെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റീനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. സോ പവറിൻ്റെ ബേസിസ് ഓർ ടൈപ്സ് എന്ന് പറയുന്നത് ലെജിറ്റിമേറ്റ് പവർ ഉണ്ട്, റിവാർഡ് പവർ ഉണ്ട്, കോവേഴ്സീവ് പവർ ഉണ്ട്, റെഫറൻറ്റ് പവർ ആൻഡ് എക്സ്പേർട്ട് പവർ. ലെജിറ്റിമേറ്റ് പവർ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഹൈറാർക്കി പ്രകാരമായിരിക്കും ഈ പവർ ഉണ്ടാവുക. ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് ഓർ സുപ്പീരിയേഴ്സിന് സബോർഡിനേറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ, അതാണ് ലെജിറ്റിമേറ്റ് പവർ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ റിവാർഡ് പവർ. റിവാർഡ് പവർ എന്ന് പറയുന്നത് പവർ ടു റിവാർഡ് ഓർ പണിഷ്മെൻറ്റ്. ഒരാൾക്ക് ഇനി ഒരാളിനെ റിവാർഡ് ചെയ്യാനോ പണിഷ് ചെയ്യാനോ ഉള്ള പവറിനെയാണ് നമ്മൾ റിവാർഡ് പവർ എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് പവർ ഈസ് കോവേഴ്സീവ് പവർ. കോവേഴ്സീവ് പവർ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണെ നമ്മൾ ഫോഴ്സ് ചെയ്ത് ഒരു വർക്ക് അച്ചീവ് ചെയ്യുക, ഒരു ടാസ്കിനെ കംപ്ലീറ്റ് ചെയ്യുക, അതാണ് കോവേഴ്സീവ് പവർ എന്ന് പറയുന്നത്. ദ പവർ ടു ഫോഴ്സ് കംപ്ലയൻസ് ബൈ മീൻസ് ഓഫ് സൈക്കോളജിക്കൽ ഓർ എമോഷണൽ ആയിട്ടോ സൈക്കോളജിക്കൽ ആയിട്ടോ ഒരു പേഴ്സണെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു ടാസ്കിനെ കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് കോവേഴ്സീവ് പവർ എന്ന് പറയുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ റെഫറൻറ്റ് പവർ. റെഫറൻറ്റ് പവർ എന്ന് പറയുന്നത് ഒരാളിനെ നമ്മൾ ഇൻസ്പയർ ചെയ്ത് ആ പവർ അനുസരിച്ചായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്, അതാണ് റെഫറൻറ്റ് പവർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ഔട്ട് ഓഫ് അഡ്മിറേഷൻ ഓഫ് അനദർ, ഇതാണ് റെഫറൻറ്റ് പവറിൽ പറയുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് എക്സ്പേർട്ട് പവർ. എക്സ്പേർട്ട് പവർ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു എംപ്ലോയി ഒരു പെർട്ടിക്കുലർ ടാസ്ക് ഒരു പെർട്ടിക്കുലർ വർക്കിൽ എക്സ്പേർട്ട് ആയിരിക്കും. സോ ആ പവർ അദ്ദേഹത്തിനുണ്ട്. ആ പവർ വേറെ ആർക്കും ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ കിട്ടില്ല. ഇപ്പോൾ ഒരു പേഴ്സണിൽ കമ്പ്യൂട്ടറിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ അറിയാം, മറ്റുള്ളതിനേക്കാളും കുറച്ചും കൂടി സ്പീഡായിട്ടും ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ അയാൾക്ക് എന്താണ് ആ ആക്ടിവിറ്റീസിൽ എക്സ്പേർട്ടാണ്. സോ ആ പവറിനെയാണ് നമ്മൾ എക്സ്പേർട്ട് പവർ എന്ന് പറയുന്നത്. ഇതാണ് പവറിൽ മെയിനായിട്ടുള്ള 5 ബേസസ്: ലെജിറ്റിമേറ്റ് പവർ, റിവാർഡ് പവർ, കോവേഴ്സീവ് പവർ, റെഫറൻറ്റ് പവർ ആൻഡ് എക്സ്പേർട്ട് പവർ. ഇനി നമുക്ക് ഓർഗനൈസേഷനിലുള്ള കോൺഫ്ലിക്ട്സ് ഒക്കെ നോക്കാം. ഓർഗനൈസേഷൻ കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത് 4 ടൈപ്സ് ഉണ്ട്. ഇൻഡിവിജ്വൽ ലെവൽ കോൺഫ്ലിക്റ്റ്, ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്, ഇൻ്റർ ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ്, ഇൻട്രാ ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ്. ഇൻഡിവിജ്വൽ ലെവൽ കോൺഫ്ലിക്റ്റിൽ പറയുന്നത് 2 ടൈപ്സ് ഓഫ് ഇത് ഇൻഡിവിജ്വൽ തമ്മിലുള്ള വരെ കോൺഫ്ലിക്റ്റ് ആണ്. അതിൽ ഇൻട്രാ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഇൻ്റർ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇൻട്രാ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന് സ്വയമായിട്ട് വരുന്ന കോൺഫ്ലിക്റ്റ് ആണ്. ദാറ്റ് മീൻസ് കോൺഫ്ലിക്റ്റ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സ്വയമായിട്ട് മതിയായിട്ടുണ്ടാവും, അതാണ് കോൺഫ്ലിക്റ്റ് ഫ്രം ഫ്രസ്ട്രേഷൻ. പിന്നെ ഗോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം എത്ര തന്നെ കഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഗോൾ എത്ര കഷ്ടപ്പെട്ടാലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴുള്ള കോൺഫ്ലിക്റ്റാണ് ഗോൾ കോൺഫ്ലിക്റ്റ്. ആൻഡ് റോൾ, അദ്ദേഹം പ്ലേ ചെയ്യുന്ന റോള്, ഒരു വർക്കിൽ അദ്ദേഹത്തിൻ്റെ റോള്, അങ്ങനെ വരുന്ന കോൺഫ്ലിക്റ്റ് ഒക്കെയാണ് ഇൻട്രാ ഇൻഡിവിജ്വൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇൻ്റർ പേഴ്സണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണും ഇനിയൊരു പേഴ്സണും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഇൻ്റർ പേഴ്സണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റ്, ഈഗോ സ്റ്റാറ്റസ്, വാല്യൂ ആൻഡ് ഇൻട്രസ്റ്റ് ഡിഫറൻസ്, ഇതൊക്കെയാണ് ഇൻ്റർ പേഴ്സണൽ കോൺഫ്ലിക്റ്റിൽ വരുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൻ്റെ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ്. ഒരു ഓർഗനൈസേഷനിൽ കുറേ ഗ്രൂപ്പ് ഉണ്ടാവും. സോ ഓരോ ഗ്രൂപ്പ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ റിസോഴ്സ് അലോക്കേഷൻ കാരണം വരുന്ന കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, അവിടെയുള്ള കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ആൻഡ് കോമ്പറ്റീറ്റീവ്, ഇൻസെൻറ്റീവ് ആൻഡ് റിവാർഡ് സിസ്റ്റം, ഒരു ഗ്രൂപ്പിനുള്ള റിവാർഡ് സിസ്റ്റം ആയിരിക്കില്ല ഇനിയൊരു ഗ്രൂപ്പിന് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൽ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ദെൻ ടാസ്ക് പെർഫോം ചെയ്യണതിലുള്ള കോൺഫ്ലിക്റ്റ്, ഇതൊക്കെയാണ് ഇൻ്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റിൽ വരുന്നത്. ആൻഡ് ദ സിക്സ്ത് പോയിന്റ് ഈസ് ഇൻ്റർ ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ്. ഇൻ്റർ ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ ഓർഗനൈസേഷനും ഇന്നൊരു ഓർഗനൈസേഷൻ സെയിം ബിസിനസ് ആയിരിക്കും, ദാറ്റ് മീൻസ് ഒരേ ഇൻഡസ്ട്രിയിലായിരിക്കും, പക്ഷേ അവർ വേറെ വേറെ ഓർഗനൈസേഷൻ ആയിരിക്കും. അങ്ങനെ തമ്മിലുള്ള ഓർഗനൈസേഷനിൽ വരുന്ന കോൺഫ്ലിക്റ്റ് ആണ് ഇൻ്റർ ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ്. ഇതെങ്ങനെയൊക്കെ ഉണ്ടാവാം? ഒരു ഓർഗനൈസേഷൻ്റെ കോമ്പറ്റീറ്റീവ് പൊസിഷൻസിൽ വരുന്നതായിരിക്കും, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് വരാം. ഇതൊക്കെയാണ് ഇൻ്റർ ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റിൻ്റെ എക്സാമ്പിൾ. ആൻഡ് ദെൻ ഇൻട്രാ ഓർഗനൈസേഷൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തമ്മിൽ തന്നെ വരുന്ന കോൺഫ്ലിക്റ്റ് ആണ്. ദാറ്റ് മീൻസ് ഹൊറിസോണ്ടൽ കോൺഫ്ലിക്റ്റ്, വെർട്ടിക്കൽ. ഹൊറിസോണ്ടൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ
സെയിം ലെവൽ ഓഫ് ആക്ടിവിറ്റിയിൽ വരുന്ന കോൺഫ്ലിക്റ്റ്. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഓരോ ആക്ടിവിറ്റീൻ്റെ അപ്പ് ആൻഡ് ഡൗൺസിൽ വരുന്ന കോൺഫ്ലിക്റ്റ്. ദെൻ ലൈൻ ആൻഡ് സ്റ്റാഫ് കോൺഫ്ലിക്റ്റ്. ഇതൊക്കെയാണ് ഇൻട്ര ഓർഗനൈസേഷണൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് കുറേ കോൺഫ്ലിക്റ്റ് റിസോൾവിങ് മെത്തേഡ്സ് ഉണ്ട്. പ്രോബ്ലം സോൾവ് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, കോൺഫ്ലിക്റ്റിനെ അവോയ്ഡ് ചെയ്യുക, ബട്ട് ആ കോൺഫ്ലിക്റ്റിൻ്റെ കൂടെ കൊലാബറേറ്റ് ചെയ്ത് പോവുക. ആൻഡ് ദെൻ കോൺഫ്ലിക്റ്റ് വന്ന് അതിന് കോമ്പറ്റീഷനായിക്ക് മാറ്റുക. അതൊക്കെയാണ് കോൺഫ്ലിക്റ്റ് സോൾവിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ മെയിനായിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. Stay home, stay safe, stay learned. Thank you.